ഡൽഹിയിലെ പോലീസ് നടപടിയും അയോധ്യ സംഭാവന കൊള്ളയും അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ബഹളത്തിൽ മുങ്ങുമ്പോഴും നിർണായക ബില്ലുകൾ പാസാക്കാൻ മറ്റ് വഴികൾ തേടുകയാണ് കേന്ദ്ര സർക്കാർ. പ്രത്യേക സമ്മേളനം എന്ന റിപ്പോർട്ടുകൾ കേന്ദ്രം തള്ളിയെങ്കിലും എത്രയും വേഗത്തിൽ മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ബില്ലും ഒക്കെ പാസാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയ ബില്ലുകളിൽ ശക്തമായ എതിർപ്പ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ ബില്ല് പാസാക്കാൻ DMKയുടെ പിന്തുണയും കേന്ദ്രം തേടുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. സഭാ നടപടികൾ പ്രതിപക്ഷം സഹകരിക്കാതിരിക്കുമ്പോഴും അജണ്ട ഒളിച്ചുകടത്തുകയാണോ കേന്ദ്രം? നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി ശരത്ലാലാണ് എനിക്കിപ്പം ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നത്. ശരത്ലാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കും പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ഒരു സഭാ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് പല വിഷയങ്ങളിലും ഒരുപാട് വിഷയങ്ങളിൽ അവർക്ക് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ ബില്ലുകളിൽ മേൽ ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുമ്പോഴും ഈ അജണ്ടകളെല്ലാം ഒളിച്ചു കടത്താൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം നടക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ് ഈ ഇന്നലത്തെ കിരൺ റിജുവിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ 14 ദിവസമായി പിന്നെ CJP സമരവും അതിനോടനുബന്ധിച്ചുള്ള പോലീസ് ലാത്തിച്ചാർജും അതുപോലെ അയോധ്യ കൊള്ളയും കാരണം, അയോധ്യ സംഭാവന കൊള്ളയും കാരണം സഭ നടക്കുന്നില്ല. രാജ്യസഭയും ലോക്സഭയും 14 ദിവസമായി നടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട ബില്ലുകൾ FCRA, അതേപോലെ ഡീലിമിറ്റേഷൻ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ബില്ലായ വനിതാ സംവരണം ഒക്കെ തന്നെ പാസ്സാക്കാൻ വേണ്ടി മറ്റു വഴികൾ തേടുന്നത്. അത് ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 43 BJP രാജ്യസഭ MPമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാതൽ ഭക്ഷണം നൽകിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞത് നമ്മളെ അജണ്ട ഇതൊക്കെയാണ്, ഈ അജണ്ട ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പാസ്സാക്കണം എന്നാണ് വ്യക്തമാക്കിയത്. അതിൽ പ്രധാനപ്പെട്ടത് വനിതാ സംവരണമാണ്. ആ വനിതാ സംവരണം 33% വനിതകൾക്ക് സംവരണം ഉറപ്പാക്കുന്നത് സെൻസസ് വരെ കാത്തിരിക്കാൻ കഴിയില്ല. അതിന് മുമ്പ് തന്നെ അത്തരമൊരു നടപടിയായി മുന്നോട്ട് പോകണം. മറ്റൊന്ന് വളരെ പ്രധാന മണ്ഡല പുനഃക്രമീകരണമാണ്. അതും എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നാണ് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ വ്യക്തമാക്കിയത്. തുടർന്നാണ് കിരൺ റിജു പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പ്രതിപക്ഷവും അതേപോലെ തന്നെ ഭരണപക്ഷവും മുഖോട്ടും പോർവിളിക്കുന്ന അവസ്ഥയിൽ പോലും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജു മുന്നണി പോരാളിയായി പ്രതിപക്ഷ നേതാവിനെ എതിർക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ എതിരൊക്കെ മാറ്റം വരികയും നേരിട്ട് പോയി കാണുകയും ചെയ്തു. ശ്രീലക്ഷ്മി, ഏതായാലും പിൻവാതിൽ കൂടി ഒരു ചർച്ച, എങ്ങനെയെങ്കിലും പ്രത്യേക സമ്മേളനം വിളിച്ച് പ്രതിപക്ഷം സഹകരിച്ച പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സഹകരണത്തിന് വേണ്ടി പിൻവാതിലൂടെ ഇത്തരം ബില്ലുകൾ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീലക്ഷ്മി, ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയം മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. CJP സമരത്തിന് ശേഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. വിട്ടുവീഴ്ചക്ക് കേന്ദ്രം തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കണം. ശ്രീലക്ഷ്മി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്ന് വിശകലനങ്ങൾ നടത്തിയത്.